മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം നമ്മളുടെ കണ്ണൻ്റെ പ്രതികാരമാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും കണ്ണനെ അനന്തുവും ലേഹയും മഹാലക്ഷ്മി മാറി മാറി വിളിച്ചിട്ടും കണ്ണൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അനന്തു നേരിട്ട് കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. അനന്തുവിനെ കണ്ടപ്പോൾ കണ്ണന് ദേഷ്യമാണ് വരുന്നത്. അനന്തു വന്നിട്ട് മഹാലക്ഷ്മി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പം ഇനി ഞാൻ അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല, എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു, നിനക്ക് എന്നെ ചെറുതിലേ മുതൽ അറിയാവുന്നതല്ലേ, എന്നിട്ടും നീ ചതിക്ക് കൂട്ടു നിന്നു, അതുകൊണ്ട് ഇനി എനിക്ക് നിന്നെയോ നിൻ്റെ ഭാര്യയോ കാണണ്ട, എന്തായാലും നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നും പറഞ്ഞ് അനന്തുവിനോട് ദേഷ്യപ്പെടുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, കണ്ണാ നീ എന്തൊക്കെയായി പറയണേ, മഹിയാണെങ്കിൽ അവിടെ സങ്കടത്തിലായിരിക്കണേ, നീ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ, മഹിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ ആരുടെ അവസ്ഥയൊന്നും അറിയേണ്ട കാര്യമില്ല, എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, നീ ഇപ്പോൾ ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതി, എല്ലാവരും ചതിയന്മാരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പം അനന്തുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, കണ്ണന് സത്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന്. പിന്നീട് അനന്ത് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ചെന്നിട്ട് മഹിയോട് എന്ത് പറയണം, എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പം സത്യം തന്നെ പറഞ്ഞു, ഇനി എനിക്ക് അയാൾ ഫോൺ വിളിക്കുകയും വേണ്ട, അയാളെ കാണാനും എനിക്ക് താല്പര്യമില്ല, അയാളോട് എനിക്ക് വെറുപ്പാന്ന് തന്നെ നീ പറഞ്ഞുതരുമെന്ന് പറയുമ്പം ഞാൻ എങ്ങനെയാടാ കണ്ണാ അങ്ങനെ പറയണേ, നീ ഇനി ഇതോർത്ത് ദുഃഖിക്കേണ്ട വരുമെന്ന് പറയുമ്പം എനിക്കൊരു ദുഃഖം ഉണ്ടാവില്ല, എന്തായാലും എന്നെ എല്ലാവരും ചേർന്ന് ചതിക്കുമായിരുന്നല്ലോ, അതിലും വലിയ ദുഃഖമൊന്നും എനിക്ക് ഉണ്ടാവാൻ പോണില്ല, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോടാന്നും പറഞ്ഞുകൊണ്ട് അനന്തുവിനെ കഴുത്തിന് പിടിച്ച് തള്ളുന്നുണ്ട്. ആ സമയത്ത് അനന്തുവാണെങ്കിൽ നല്ല ഷോക്കാവുന്നുണ്ട്. കാരണം കണ്ണനിൽ നിന്നും ഇതുപോലെ ഒരു പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവുമെന്ന് അനന്തു പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടുകൂടി അനന്തുവിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. കണ്ണൻ സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഞങ്ങൾ കണ്ണനിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതും കണ്ണന് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അനന്ത് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോവാം, ഞാൻ മഹിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മതി, നുണ പറയേണ്ട, ഒരു നുണ പറഞ്ഞാൽ 1000 നുണ പറയേണ്ട വരുമെന്ന്. അങ്ങനെ അനന്ത് സങ്കടത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. പിന്നീട് വീട്ടിൽ വന്നതും മഹാലക്ഷ്മി ആണെങ്കിൽ ആകാംക്ഷയോടുകൂടി തന്നെ അനന്തുവിനെ കാത്തിരിക്കുകയായിരുന്നു. ഓടി ചെന്നിട്ട് കണ്ണേട്ടനെ കണ്ടോ, അനന്തുവേട്ടാ കണ്ണേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അനന്തുവിൻ്റെ മുഖത്താണെങ്കിൽ ഒരു സങ്കട ഭാവമാണ്. അത് കാണുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല മഹി, കണ്ണന് ആപത്തൊന്നുമില്ല, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതും എന്താ അനന്തുവേട്ടാ എന്താണെങ്കിലും എന്നോട് പറ, എനിക്കിത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, കണ്ണൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്, കണ്ണൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, എന്തായാലും ഇനി മഹി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കണ്ണൻ ഫോൺ എടുക്കൂല എന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്താണെങ്കിലും തെളിച്ച് പറ അനന്തു കേട്ടോ എന്ന് പറയുമ്പോൾ ഈ കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനന്തു മഹിയോട് പറയുന്നുണ്ട്. അത് കേട്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, അതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് അറിയില്ലല്ലോ, എന്തായാലും കണ്ണേട്ടനെ ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനക്ക് അവൻ്റെ അച്ഛനെ അത്രയ്ക്ക് ജീവനായിരുന്നു, എന്തായാലും മഹി സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താമെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊരു സമാധാനമില്ല അനന്തു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കർണേനെയും വാമദേവനെയാണ്. കർണയാണെങ്കിൽ ഈ കണ്ണൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് കർണയ്ക്ക് നല്ല സംശയമാവുന്നുണ്ട്. കർണ എന്നിട്ട് വാമദേവനോട് വന്നിട്ട് പറയുന്നുണ്ട്, അയാൾക്ക് എന്തോ സംശയം ഉണ്ടെന്നാണ് തോന്നണേ, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അച്ഛനെ കണ്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, പിന്നെ നിൻ്റെ മുത്തശ്ശി പറഞ്ഞത് അവർ തമ്മിൽ കണ്ടില്ല എന്നല്ലേ എന്ന് പറയുമ്പം കർണ പറയുന്നുണ്ട്, എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, എന്തായാലും കണ്ണേട്ടൻ്റെ ഇന്നത്തെ പെരുമാറ്റം കണ്ടിട്ട് കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞതുപോലെ തന്നെയാണ് പറയണത്, ചതിച്ച കാര്യമൊക്കെ പറയണില്ല എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അവൻ സത്യങ്ങൾ അറിഞ്ഞെങ്കിൽ പിന്നെ ഇനി നമ്മൾ തമ്മിൽ കാണില്ല, അവൻ്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ മരണം, കാരണം അവൻ വിശ്വനാഥനെ അത്ര അധികം സ്നേഹിച്ചിരുന്നു, വിശ്വനാഥന് അവന് ജീവനായിരുന്നു, അതുപോലെ തന്നെ വിശ്വനാഥനും കണ്ണൻ എന്ന് പറഞ്ഞാൽ ജീവനായിട്ട് കൊണ്ടുപോയി നടന്നതാണ്, അങ്ങനെയുള്ള അച്ഛനെ കൊന്നത് ഞാനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്നെ വെറുതെ വിടൂലെന്ന്. എന്തായാലും നിൻ്റെ ആ പ്രാന്തനച്ഛനുണ്ടല്ലോ, അവൻ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറയുമ്പം കർണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ അങ്ങനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട, എൻ്റെ അച്ഛന് ഇപ്പം ഈ ഒരു മാനസികാവസ്ഥ വന്നതുകൊണ്ടല്ലേ അച്ഛനെല്ലാം വിളിച്ചു പറയണത്, ഇത്രയും നാളും അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തായാലും ഇതിനെല്ലാം കാരണം അമ്മാവനല്ലേ, അമ്മാവൻ ചെയ്തതല്ലേ തെറ്റ്, സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ അല്ലേ അമ്മാവൻ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, നീ ഒന്ന് പതുക്കെ പറ കാരണം ഇനി അത് ആരെങ്കിലും കേട്ടിട്ട് വന്നിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാവാമെന്ന്. ഇതേസമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ജീവിതത്തിലേക്ക് വന്നതും പെണ്ണ് കാണാൻ നിന്നപ്പോൾ കണ്ണൻ മഹാലക്ഷ്മിയോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതും മഹാലക്ഷ്മി വിവാഹത്തിന് സമ്മതിച്ചതും പിന്നീട് മഹാലക്ഷ്മി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കണ്ണനുണ്ടായ മാറ്റങ്ങളും കണ്ണൻ എഴുന്നേറ്റ് നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അന്നേരം കണ്ണന് മഹാലക്ഷ്മിയോട് കുറച്ച് സ്നേഹം തോന്നുന്നുണ്ടെങ്കിലും സ്വന്തം അച്ഛനെ കൊന്നതിന് ദൃക്സാക്ഷിയായിട്ടും ഇത്രയും നാളും മഹി അത് എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, അതുകൊണ്ട് അയാളെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റില്ല.
എന്തായാലും അയാളെ കാണാൻ പോവോ അയാൾ ഫോൺ ചെയ്യുമ്പോൾ എടുക്കുകയോ ചെയ്യൂല എന്നിങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയാണ് ഈ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ലേഖ വന്നിട്ട് പറയുന്നുണ്ട്, മഹി നീ എന്തിരിപ്പായി ഇരിക്കണേ, എന്തെങ്കിലും കഴിക്കുക, ഈ സമയത്ത് ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പം ഇനി എന്ത് നോക്കാനാ ലേഹേ, കണ്ണേട്ടനെ എന്നെയും വേണ്ട എൻ്റെ കുഞ്ഞിനെയും വേണ്ട, പിന്നെ ഞാനിനി ആർക്ക് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ അനന്ത് വന്നിട്ട് പറയുന്നുണ്ട്, മഹി നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ല, ഇപ്പം കണ്ണന് കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ, അവനങ്ങനെ ദുഷ്ടനൊന്നുമല്ല, എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ ദേഷ്യമൊക്കെ മാറും, അപ്പോൾ അവൻ മഹിയെ തേടി വരുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല അനന്തേട്ടാ, കാരണം എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛനെ എത്രയധികം സ്നേഹിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ കൊലപാതകം ഞാൻ മറച്ചു വെച്ചത് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കണ്ണേട്ടന് സാധിക്കൂല എന്ന്. അന്നേരം ലേഖ പറയുന്നുണ്ട്, അതിന് മഹിയല്ലല്ലോ കൊന്നതൊന്നും, മഹി അന്ന് കൊച്ചു കുട്ടിയല്ലായിരുന്നോ, അന്നാ പ്രതാപൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ലേ മഹി ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതല്ല ലേഹേ, എന്തായാലും വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കണ്ണേട്ടനോട് ഈ സത്യങ്ങളൊക്കെ പറയേണ്ടിയായിരുന്നു, ഇത്രയും നാളും മൂടി വെച്ചത് വലിയ തെറ്റായിപ്പോയിന്ന്. ഈ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടം വരാതെ ഞാനിനി പച്ചവെള്ളം പോലും കുടിക്കില്ല, എനിക്ക് കുടിച്ചാൽ ഇറങ്ങുമില്ല എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് കണ്ണേട്ടനെ പോയി കാണട്ടെ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, വേണ്ട ലേഹേ, അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ, എന്നെയും നിന്നെയും ഒന്നും കാണണ്ടെന്നാ കണ്ണൻ പറഞ്ഞേക്കണേ എന്ന് പറയുമ്പോൾ അത് കണ്ണേട്ടൻ്റെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് പറയണല്ലേ, എന്തായാലും ഞാൻ ഓഫീസിൽ പോയി കണ്ണേട്ടനെ ഒന്ന് കാണാമെന്ന്. ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓഫീസിലിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരമാണ് ലേഖ അങ്ങോട്ട് ചെല്ലുന്നത്. ലേഖയെ കണ്ടതും കണ്ണനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ലേഖ അങ്ങോട്ട് എന്നിട്ട് കണ്ണേട്ടനെ എന്താ മഹി വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഭർത്താവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇനിയിപ്പോൾ ഭാര്യയ്ക്കും അറിയണോ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം അല്ല കണ്ണേട്ട, മഹി അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മഹി നിരപരാധിയല്ലേ, ഇനിയിപ്പോൾ കണ്ണേട്ടൻ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടാണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കണേ എന്തിനാണെന്ന് ചോദിക്കുമ്പം ഇത്രയും നാൾ ഞാൻ നിന്നെയും അനന്തുവിനെയും എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടാണ് കണ്ടത്, എന്നിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമല്ലായിരുന്നോ, എന്നെ ചതിച്ചാൽ നിങ്ങളെ ആരെയും എനിക്ക് കാണണ്ടെന്ന് പറയുമ്പം ലേഖ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചതി ചെയ്തു എന്നാണ് കണ്ണേട്ടൻ പറയണേ, അതെന്തെങ്കിലും ആവട്ടെ, എന്നാലും മഹി ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക, ഈ സാഹചര്യത്തിൽ മഹി അങ്ങനെ പട്ടിണി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും, കുഞ്ഞിനെയും അത് ബാധിക്കും, അതുകൊണ്ട് കണ്ണേട്ടനെ ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പം ഞാൻ മഹീനെന്നല്ല ആരെയും വിളിച്ച് സംസാരിക്കാൻ പോകുന്നില്ല, അവൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അതൊന്നും എന്നെ ബാധിക്കണ കാര്യമല്ല എന്നും പറഞ്ഞ് കണ്ണൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്ത് വേണമെന്ന് കണ്ണേട്ടന് തീരുമാനിക്കാം, കണ്ണേട്ടൻ എന്ത് തീരുമാനിച്ചാലും മഹിയുടെയും കുഞ്ഞിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ തീരുമാനിക്കാവുള്ളൂ, എന്തായാലും ഞാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് ലേഖ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപനാണെങ്കിൽ ഇപ്പം നോർമലായ പോലെയാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട്, അന്നിനി കണ്ണൻ വന്നപ്പം ഇവൻ കണ്ണനോട് എന്തെങ്കിലും പറഞ്ഞു എന്ന്. ആ സമയത്താണ് കരുണയുടെ ഫോൺ വരുന്നത്. ഫോൺ എടുത്തതും കരുണ പറയുന്നുണ്ട്, മുത്തശ്ശി അന്ന് കണ്ണേട്ടൻ വന്നപ്പോൾ അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്, എന്നാൽ അച്ഛനെ കണ്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നണത്, കണ്ണേട്ടന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, കണ്ണേട്ടൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, ഇവിടുന്ന് പോയതുപോലെയല്ല കണ്ണേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും കൂടി പ്രതാപന് ഇപ്പോൾ ഇച്ചിരി മയം വന്നതുപോലെയുണ്ട്, അവൻ കണ്ണനെ സത്യങ്ങൾ അറിയിക്കണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണമൊന്നുമില്ല, അതുമാത്രമല്ല കണ്ണനോട് വാമദേവന കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം പറയാൻ പറ്റിയില്ല എന്ന് അവനൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു, അപ്പോൾ അച്ഛൻ കണ്ണേട്ടനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞോ മുത്തശ്ശിന്ന് ചോദിക്കുമ്പം എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താ നീ അങ്ങനെ പറഞ്ഞേ, അപ്പോൾ ബാക്കി കാര്യമൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവൻ ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ നുണ പറയണേ മുത്തശ്ശി, അച്ഛൻ എന്തായാലും അയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അയാളിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്, എല്ലാവരും ചേർന്ന് ചതിക്കുക, ഞാൻ പൊട്ടനല്ല എന്നൊക്കെ അയാൾ പറയണേ, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും അവനക്കിപ്പോൾ തലയ്ക്ക് ഭ്രാന്തല്ലേ, നിന്നെക്കുറിച്ച് പോലും ഒരു ചിന്തയില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മോളുടെ ജീവിതം തകരുമെന്ന്, അപ്പോൾ അവൻ പറയണത് ആരുടെ ജീവിതം തകർന്നാലും കുഴപ്പമില്ല, എനിക്ക് വിശ്വനാഥനെ സന്തോഷിപ്പിക്കണം എന്നാ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ മുത്തശ്ശി, അന്ന് അമ്മാവൻ പറഞ്ഞതാ അച്ഛനെ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കാൻ, അങ്ങനെ ആക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ, മിക്കവാറും ഇവൻ ജയിലിൽ പോയി കിടക്കേണ്ട വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
മഹാലക്ഷ്മീനെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, ലേഖ പോയിട്ട് കാണുന്നില്ലല്ലോ അനന്തുവേട്ടാന്ന് പറയുമ്പം ലേഖ ഇപ്പം തന്നെ വരും, മഹി ഒന്ന് സമാധാനപ്പെട്ടിരിക്കുന്നു പറയണു. അങ്ങനെ ലേഖ വന്നതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്തായി ലേഖ കണ്ണേട്ടനെ കണ്ടു എന്ന് ചോദിക്കുമ്പം മഹി കണ്ണേട്ടനെ കണ്ടു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കണ്ണേട്ടൻ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കണ്ണേട്ടനെ ആകെ ദേഷ്യത്തില. മഹിയുടെ കാര്യം പറഞ്ഞിട്ട് അതൊന്നും കണ്ണേട്ടനെ ബാധിക്കില്ലാത്ത കാര്യമായിട്ടാണ് കണ്ണേട്ടൻ പറയണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ എൻ്റെ കണ്ണേട്ടനെ കാണണം, കണ്ണേട്ടൻ്റെ പിണക്കം എനിക്ക് സഹിക്കാൻ പറ്റില്ല ലേഖയെന്ന്. അന്നേരം ലേഖ പറയുന്നുണ്ട്, എന്നാൽ മഹി ഓഫീസിൽ ചെന്ന് കണ്ണേട്ടനെ കണ്ടിട്ട് വന്നു. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ റെഡിയായി ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ ലേഖ വന്ന് പോയതിന് ശേഷം ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അന്നേരമാണ് ഡോറ് തുറന്ന് മഹാലക്ഷ്മി വരുന്നത്. മഹാലക്ഷ്മി കണ്ണേട്ടാന്നും പറഞ്ഞ് വിളിച്ചതും ഈ കണ്ണനാണെങ്കിൽ തല ഉയർത്തി നോക്കുമ്പം വിഷമത്തോടുകൂടി മഹാലക്ഷ്മി നിൽക്കണ കാണുമ്പം കണ്ണൻ്റെ മനസ്സിലൊരു അലിവൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടൻ എന്താ ഇങ്ങനെ പറയണേ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം തനിക്കിങ്ങോട്ട് വന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നെ കാണാനാണ് വന്നെങ്കിൽ അത് വേണ്ടാന്നും പറഞ്ഞ് കണ്ണൻ ദേഷ്യപ്പെടുമ്പം കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം, കണ്ണേട്ടനോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുത്ത് നിന്ന് കരയുമ്പം കണ്ണനൊക്കെയാണെങ്കിൽ സങ്കടം വരുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയുടെ മുന്നിൽ അതൊന്നും കാണിക്കാതെ ദേഷ്യത്തോടു കൂടി തന്നെ ക്ഷമിക്കാൻ, നിങ്ങൾ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമല്ലായിരുന്നോ എന്ന് ചോദിച്ചതും മഹാലക്ഷ്മി ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.